ധ്യാനം തുടരുകയാണ് പ്രധാനമന്ത്രി. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് വിവേകാനന്ദ പാറ മണ്ഡപത്തിൽ പ്രധാനമന്ത്രിയുടെ ധ്യാനം പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര വരെ വിവേകാനന്ദ പാറയിലേക്കുള്ള സന്ദർശകരുടെ യാത്രയ്ക്ക് നിയന്ത്രണമുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിന്റെ രണ്ടാം നാളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, പ്രധാനമന്ത്രി ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലെ വിവേകാനന്ദ പാറയിലേക്ക് എത്തിയത്. അവിടെ അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ ധ്യാനത്തിന്റെ ഭാഗമായി, ഉപാസനയുടെ ഭാഗമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ധ്യാന നിമഗ്നനായി ശ്രീപാദപ്പാറയ്ക്ക് സമീപത്തെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിന് താഴെയുള്ള മെഡിറ്റേഷൻ ഹാളിൽ അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജനൻ TV പുറത്തുവിടുന്നത്. ജനൻ TVക്ക് ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ അതാണ്. 2 ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ പാറയിലെ ആദ്യ പ്രധാന ഹാളിൽ അദ്ദേഹം ധ്യാന നിമഗ്നനായി സ്വാമി വിവേകാനന്ദന്റെ ചിത്രത്തിന് പൂർണ്ണകായ പ്രതിമയ്ക്ക് കാൽച്ചൂട്ടിലായി ഇരിക്കുന്നത്. മറ്റൊന്ന്, ആ വിവേകാനന്ദ കേന്ദ്രത്തിലെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലെ തന്നെ തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന പാറയുടെ അടിത്തട്ടിലായി സ്ഥിതി ചെയ്യുന്ന മെഡിറ്റേഷൻ ഹാളുണ്ട്. അവിടെ എത്തുന്ന ഏതൊരാൾക്കും അവിടെ ധ്യാനിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അതിന്റെ ഒരു അന്തരീക്ഷമുള്ളത്. അവിടെയാണ് അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് പകൽ മുഴുവനും ഒപ്പം രാത്രിയിലും അദ്ദേഹം അവിടെ ധ്യാന നിമഗ്നനായി ഇരിക്കും. പിന്നീട് 1-ാം തീയതിയാണ് അദ്ദേഹം മത്സരിക്കുന്ന വാരണാസിയിലെ തിരഞ്ഞെടുപ്പ് നടക്കുക. രാജ്യത്തിന്റെ അവസാനഘട്ട പോളിംഗുകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലവും അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലവും ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്നലെ രാത്രിയും ഇന്ന് പകലും ഇന്ന് രാത്രിയും മുഴുവൻ അദ്ദേഹം അവിടെ ധ്യാന നിമഗ്നനായി. നാളെയാണ് മടങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ദേവിക സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ റോക്ക് മെമ്മോറിയലിലേക്ക് വിവേകാനന്ദ പാറയിലേക്ക് സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം മടങ്ങി മാത്രമേ അവിടേക്ക് മറ്റാളുകൾക്ക് നിയന്ത്രണം അവിടേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന്റെ സന്ദർശനത്തോടുകൂടി തന്നെ വിവേകാനന്ദ പാറയുടെ കന്യാകുമാരിയുടെ പ്രത്യേകതകൾ എത്രത്തോളം ആധ്യാത്മികമായി വിവേകാനന്ദ പാറയ്ക്ക്, കന്യാകുമാരിക്ക്, ശ്രീപാദ പാറയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതൊക്കെ പുതിയ ചർച്ചകളിലേക്ക് ഒരു തുടക്കം കൂടി കുറിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യം ദേവിക. ഉമേഷ്, സംസ്ഥാനത്ത് കാലവർഷം എത്തിയിരിക്കുകയാണ്. കേരളത്തോട് അടുത്ത് കിടക്കുന്ന ഒരു മേഖല അല്ലെങ്കിൽ കന്യാകുമാരി എന്ന് പറയുന്നത് തലസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ്. ഈ ഒരു അവസരത്തിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഒരു വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ടോ? ദേവിക, മുൻപ് പലപ്പോഴും ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കന്യാകുമാരി തീരപ്രദേശങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ടെങ്കിലും സുനാമി പോലും വിവേകാനന്ദ പാറയിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് തിരുവള്ളൂർ പ്രതിമയ്ക്ക് ഉയരത്തിൽ വരെ തിരയടിച്ചിരുന്ന കന്യാകുമാരിയിൽ സുനാമി സമയത്ത് വിവേകാനന്ദ പാറയ്ക്ക് അത്തരത്തിലൊരു ഭീഷണിയും അവിടെ ഉണ്ടായിട്ടില്ല എന്നത്, അത് പ്രകൃതിദത്തമായ ഒരു സംരക്ഷണം വിവേകാനന്ദ പാറയ്ക്കുണ്ട് എന്നത് അത് മുൻകൂട്ടി അധികൃതർ കാണുന്നുണ്ട്. എന്നാൽ പോലും കോസ്റ്റ് ഗാർഡ് ഒപ്പം എയർഫോഴ്സിന്റെയും സൈന്യത്തിന്റെയും ഒക്കെ ഒരു വലയം അദ്ദേഹത്തിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റുമുണ്ട്. നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഓരോ മണിക്കൂറത്തെയും അപ്ഡേറ്റ്സുകൾ പരിശോധിച്ച ശേഷമാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഓരോ രീതിയിലും മാറ്റം വരുന്നത്. നിലവിൽ എന്തായാലും ഇപ്പോൾ കേന്ദ്ര ഏജൻസികളിൽ നിന്നുമൊക്കെ ലഭിക്കുന്നതനുസരിച്ച് അദ്ദേഹം അത് തുടരുന്ന മണിക്കൂറുകളിൽ എന്തായാലും കാര്യമായ കാലാവസ്ഥാ വ്യതിയാനമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ അങ്ങനെ സൂചനകളൊന്നും ഉണ്ടായിട്ടില്ല. ഏതൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ബോട്ട് മാർഗം അക്കരയ്ക്ക് പോകാൻ കഴിയില്ലെങ്കിൽ വ്യോമമാർഗവും അവിടെ നിന്ന് അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള സംവിധാനമൊക്കെ അങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ അത്തരം സാഹചര്യങ്ങൾ ഇല്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അത്തരം മുന്നറിയിപ്പുകളിൽ കന്യാകുമാരിയിൽ കൂടുതൽ തിരയുണ്ടാവുകയോ കാറ്റുണ്ടാവുകയോ മഴയോ അങ്ങനെയുള്ള സാധ്യതകളൊന്നും നിലവിൽ ഇപ്പോൾ പ്രവചിച്ചിട്ടില്ല. എന്നാൽ പോലും എല്ലാവിധ മുന്നൊരുക്കങ്ങളും ബന്ധപ്പെട്ട ഏജൻസികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ദേവിക, അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2-ാം ദിവസത്തെ ധ്യാനം പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി മടങ്ങും വരെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായി തന്നെ വിവേകാനന്ദ പാറയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നു. തീരപ്രദേശത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷകൾ അല്ലെങ്കിൽ ജനങ്ങളുടെ വരവിനെ നിയന്ത്രിക്കുന്ന തരത്തിൽ എന്തെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ ഉമേഷ്?
ഇന്നലെ അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം വലിയ സുരക്ഷയാണ്, SPG സുരക്ഷയുള്ള ആളാണ് പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ SPGയുടെ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ സുരക്ഷാ ക്രമീകരണങ്ങൾ എപ്പോഴും ഒരുക്കുകയുള്ളൂ. പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ ഇത്തരം അതിർത്തി പ്രദേശങ്ങൾ പലപ്പോഴും ചില തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒക്കെ ചില കേന്ദ്രങ്ങളായതുകൊണ്ട് തന്നെ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷ ഈ മേഖലയിലൊക്കെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് ഇന്നലെ അദ്ദേഹം ദർശനം നടത്തി മടങ്ങുന്നത് വരെ ക്ഷേത്രത്തിലേക്ക് മറ്റാളുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്നാൽ കന്യാകുമാരിയിലെ സന്ദർശകർക്ക് പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. ഇന്നലെയും അദ്ദേഹത്തെ കാണുവാനായി ഒക്കെ അവിടെ എത്തിയ സന്ദർശകരിൽ പലരും പ്രധാനമന്ത്രിയുടെ വര പറഞ്ഞ് അദ്ദേഹത്തെ കാണുവാനായി ക്ഷേത്രത്തിന് മുൻപിലും ഒപ്പം ശങ്കരാചാര്യ പീഠത്തിലും ഒക്കെ കാത്തിരിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ തത്സമയം നമ്മൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചതാണ്. നിലവിലിപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുന്നതിനോ കന്യാകുമാരിയുടെ തീരപ്രദേശത്ത് ഉദയാസ്തമനം കാണുന്നതിനോ ഒന്നും അങ്ങനെ കാര്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടേക്ക് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലേക്ക് പോകാൻ മാത്രമാണ് നിലവിലിപ്പോൾ നിയന്ത്രണമുള്ളത്. തമിഴ്നാട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട 2 ബോട്ടുകളാണ് അവിടേക്ക് സർവീസ് നടത്തുന്നത്. അതിന്റെ സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ അവിടേക്ക് കൊണ്ടുപോയ ബോട്ടും അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായ ബോട്ടുകൾ മാത്രമാണുള്ളത്. ഒപ്പം വിവേകാനന്ദ കേന്ദ്രത്തിന്റെ ഒരു ബോട്ടും ഇപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട്. വിവേകാനന്ദ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിന്റെ നടത്തിപ്പുള്ളത്. അതുകൊണ്ട് അവിടുത്തെ ജീവനക്കാരിൽ ചിലർ യാത്ര ചെയ്യുന്ന ബോട്ടുകളിന് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത്. ബാക്കി ബോട്ടുകൾക്കൊന്നും അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല. അത്തരം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിന് ചുറ്റും കോസ്റ്റ് ഗാർഡിന്റെയും ഒപ്പം നേവിയുടെയും ഒരു സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട്. അങ്ങനെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും കന്യാകുമാരി തീരത്തേക്ക് കന്യാകുമാരി ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് തീർത്ഥാടകർക്ക് ടൂറിസ്റ്റുകൾക്കൊന്നും കാര്യമായ നിയന്ത്രണം നിലവിൽ ഇപ്പോൾ ബാധകമല്ല. ഇനി പ്രധാനമന്ത്രി മടങ്ങി പോകുന്ന സമയം അത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനമായാൽ ആ സമയം മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങും. ദേവിക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനം തുടരുകയാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് വിവേകാനന്ദ പാറ മണ്ഡപത്തിൽ പ്രധാനമന്ത്രിയുടെ ധ്യാനം പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര വരെ വിവേകാനന്ദ പാറയിലേക്കുള്ള സന്ദർശകരുടെ യാത്രയ്ക്ക് നിയന്ത്രണമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു CG ഉമേഷ്.